N4 ഒരുക്കുന്ന പ്രത്യേക ഇലക്ഷൻ പ്രോഗ്രാം ആരുടെ വിധി? നാടിന്റെ തീരുമാനങ്ങൾ ഇനി N4 ന്യൂസിലൂടെ. അടുത്ത ഭരണം ആരുടെയാകും എന്നാണ് ഒരു ചോദ്യം മൊത്തത്തിലുള്ളത്. അപ്പോൾ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഭരണം മാറി UDF വരുമോ അതോ LDF തന്നെ വീണ്ടും വരുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നത്, നമുക്ക് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഇക്കൊല്ലം കേരളം ആര് ഭരിക്കാനാണ് സാധ്യത? സാധ്യത കോൺഗ്രസ് ഭരിക്കാനാണ്. പക്ഷെ അതെല്ലാവരും തല്ലൂടാരും പോവാന്നുള്ളത് അറിയില്ല. കോൺഗ്രസ് തല്ലൂട്ടാണ് മെയിനായിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമതും പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടോ? ഈ നിലയ്ക്ക് ഇവര് തല്ലൂടെ വരും, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഭരിക്കും. എന്തെങ്കിലും സാധ്യത BJPക്ക് എവിടെയെങ്കിലും മണ്ഡലങ്ങളിൽ കിട്ടുന്നുണ്ടോ? കേരളത്തിൽ ഒരെണ്ണം കിട്ടിയാൽ കിട്ടും, അത് തന്നെയുള്ള. തൃശ്ശൂർ വല്ല സാധ്യതയുണ്ടോ? ഇപ്പൊ കരുണാകരന്റെ മോളാണ് അവിടെ മത്സരിക്കുന്നത്. കിട്ടില്ല, അവിടെ കിട്ടാൻ സാധ്യതയില്ല അല്ലേ? ഉറപ്പ്. അപ്പൊ UDFന് ഭരണം കിട്ടണമെന്നുണ്ട്, പക്ഷെ അവരെ തല്ലുകൂട്ടം കാരണം കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ മൂന്നാമതും പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ വരുന്നതാണ്. അങ്ങനെ വന്നാൽ ഇപ്പൊ അവര് എല്ലാ ഒത്തൊരുമയോട് പോകുന്നുണ്ട്. ഇപ്പൊ തല്ലുകൂട്ടൊക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കും. അതെ, ഇനിയിപ്പോ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ വീണ്ടും തല്ലുകൂട്ടം തുടങ്ങാൻ സാധ്യത ഉണ്ടാവില്ല ചിലപ്പോ. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ തല്ലൂടെയുള്ള കളയാണെന്നാ കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുണ്ട്. ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ഈ പ്രാവശ്യം പിണറായി വിജയൻ തന്നെ മൂന്നാമത് വരുമോ അതോ? പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല. വോട്ട് ചെയ്യാറില്ലേ? ആർക്കാണ് വോട്ട് ചെയ്യാൻ ഇഷ്ടം? ഇപ്പൊ കോൺഗ്രസിന് ചെയ്യാറ്. ഇക്കൊല്ലം കോൺഗ്രസിന് ചെയ്യും. ഇപ്രാവശ്യം എങ്ങനെ കോൺഗ്രസിന് വല്ല സാധ്യതയുണ്ടോ? സാധ്യതയില്ല. അവർ സാധ്യതയില്ല. എന്തുകൊണ്ടോ അങ്ങനെ പറയാൻ കാരണം? ഇതന്നെ ഈ തല്ലിട്ടും വെക്കുന്നതും തന്നെ അവരെ പ്രശ്നമുള്ളോ, വേറെ ഒന്നുമില്ല. അവർക്ക് തമ്മിൽ തല്ലുകൂടാ അങ്ങോട്ട് ചെയ്യുന്നുള്ള പരിപാടികളുള്ളോ. തല്ലൂട്ടില്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത കുറവാന്നാലും. അതെ, ഓക്കെ. പിണറായി വിജയൻ തന്നെ ജയിക്കാൻ സാധ്യതയുള്ളോ തന്നെ. BJP കുറിച്ച് BJP കിട്ടില്ല. തൃശ്ശൂര് ആ ഒരു സാധ്യത പറയുന്നുണ്ട്. കിട്ടില്ല, കിട്ടാൻ കഴിയില്ല. ചേട്ടന്റെ അഭിപ്രായത്തില് എങ്ങനെയാണ് പ്രാവശ്യം? ഞാൻ നേരത്തെ ആള് പറഞ്ഞ മാതിരി തന്നെ കോൺഗ്രസ് ആണ് കയറേണ്ടത്. മാറ്റത്തിന്റെ ആവശ്യമാണ്. അത് നിങ്ങൾ കോൺഗ്രസ് അനുഭാവികളാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോ കണ്ടുപോകുന്ന നിലയ്ക്ക് ഒരു മാറ്റത്തിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കുത്തകയായിട്ട് മാറില്ലേ? അതെ അതെ, 10 വർഷം ഭരിച്ച് ഇനി അവർക്ക് ഭരണം കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടി ഇല്ലാന്നൊക്കെയാണ് ആളുകൾ പറയണേ. അപ്പൊ പിന്നെ ഒരു കുത്തകയാകുമ്പോ ഒരു മാറ്റത്തിന്റെ ആവശ്യമാണ്. പിന്നെ ആള് പറഞ്ഞ മാതിരി തന്നെ ഇത് കിട്ടിയ തല്ലുകൂട്ടം കാരണം കുത്തുകുത്ത് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് സാധ്യത ഇല്ലാന്നാണ് പറയുന്നത്. സാധ്യത ഇല്ലെന്നും പറയില്ല, അങ്ങനെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അവർ ജയിച്ചത് നല്ലത്. തല്ലൂട്ടാണ് ഭയങ്കരം. ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വല്ല സാധ്യതയുണ്ടോ? സാധ്യത കുറവാണ്. ആർക്കാണ് സാധ്യത? ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് സാധ്യത. പക്ഷെ പഞ്ചായത്ത് ഇലക്ഷന്റെ അതേ പാറ്റേൺ ആയിരിക്കും നിയമസഭയിലേക്ക് വരാൻ സാധ്യത. കറക്റ്റ് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇപ്പൊ ആളുകളൊക്കെ പറയുന്നത് കോൺഗ്രസിന് തല്ലുകൂട്ടാണ് സ്ഥാനാർത്ഥി. അതുള്ളതാണല്ലോ. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ മറ്റേ ഇയാള് തന്നെ ഇപ്പൊ 5 സീറ്റ് കണ്ട അയാൾ തല്ലൂടി മേടിച്ചു കൊടുത്തില്ലേ? ഇപ്പൊ പാർട്ടിയിൽ കാണുന്നതല്ലേ നമ്മള്. അപ്പൊ MLA ഒപ്പം നിർത്തിയിട്ട് മുഖ്യമന്ത്രി അടുത്ത് ആവണം എന്നുള്ളതാണോ കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ? അതിപ്പോ എന്തായാലും ഒരു തല്ലുട്ടുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. എല്ലാവർക്കും കുപ്പായം ലഭിച്ചിരിക്കില്ല എല്ലാവരും മുഖ്യമന്ത്രിക്ക്. ആർക്കും കിട്ടിയാൽ ഇപ്പൊ എത്ര മുഖ്യമന്ത്രി ഉണ്ടാവും ഇപ്പൊ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ? കോൺഗ്രസ് ഇപ്പൊ ഒരു 5-6 ആൾ കുപ്പായം ലഭിച്ചിരിക്കുന്നത് റെഡി. അവർക്കൊക്കെ മുഖ്യമന്ത്രിയാണോ? അതാണുള്ള വിഷയം. BJPക്ക് സാധ്യത കുറവല്ല. നിയമസഭയില് സുരേഷ് ഗോപി ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ജയിച്ചത് മാത്രമല്ല, ഡിപ്പൊക്കെ കുറവാണ്. അപ്പൊ മൂന്നാമതും LDF തന്നെ പിണറായി വിജയൻ വരണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ചേട്ടന് പെൻഷനൊക്കെ ആയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് പെൻഷനുണ്ട്. കിട്ടുന്നുണ്ടോ? മറ്റേ ഇത് കിട്ടും, കാർഷിക പഞ്ചായത്തിന്റെ കിട്ടും, മറ്റേത് കിട്ടില്ല. ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കിട്ടില്ല. കാർഷിക പെൻഷൻ മുടങ്ങാണ്ട് കിട്ടുന്നുണ്ട്. സർക്കാരിന്റെ വല്ല പദ്ധതികൾ ചേട്ടൻ ഇപ്പൊ നമ്മുടെ നാട്ടില് റോഡാ, സ്കൂളാ, ഹോസ്പിറ്റൽ അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാൻ പറ്റിയ എന്തെങ്കിലും, അല്ലെങ്കിൽ വല്ല മോശമായി കിടക്കണം? അതല്ല ഇപ്പൊ പിണറായി ഇപ്പൊ പറയുന്നത് ഇതാണല്ലോ, പാലത്തിന്റെയും റോഡിന്റെ ആണല്ലോ പറയുന്നത്. അതില് ഞാൻ കോൺഗ്രസിന്റെ ഇത് മറികൃഷ്ണനെ കാണുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു
പാലം ഒരു അപ്രോച്ച് റോഡ് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് ഈ ആറ്റുപള്ളി പാലം ആറ്റുപള്ളി പാലം അതിന്റെ കാര്യങ്ങൾ നടക്കാത്ത എന്താ? അത് നടക്കാതെ ഒന്നാമത് റോഡ് അവര് മുന്നേ റോഡിന് വീതി കൂട്ടിട്ട് വേണമല്ലോ പാലം പണിയാൻ നോക്കണേ. റോഡിന് വീതിയില്ല. അല്ല, ഇപ്പൊ ഒരുപാട് പാലം റോഡൊക്കെ ഈ സർക്കാർ പണിതെന്ന് പറയുമ്പോ ഈ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് ഇവിടെ ഒരു ആറ്റുപള്ളി പാലം ഗതിയിട്ടാണ് കിടക്കുന്നുണ്ട്. അത് ഭരണാധികാരികളോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. രവീന്ദ്രനാഥ് ഈ മന്ത്രിയല്ലായിരുന്നു ആ സമയത്തുള്ള ഈ പാലം പറഞ്ഞത്. അത് അടുത്ത ശരിയാവുന്ന പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയില്ല. അതങ്ങനെ കിടക്കാൻ വഴിയുള്ളൂ. അതല്ല കുണ്ടടവ് പാലം കിട 5 സ്പീഡിലെ പണി നടക്കണം. കുണ്ടടവില് ചങ്ങാലി ഒരു പാലം പണി നല്ല സ്പീഡിലെ പണി നടക്കണം. അപ്പോ കോൺഗ്രസിന് തല്ലൂട്ടം കാരണം വീണ്ടും പിണറായി തന്നെ അധികാരത്തിൽ വരുന്നതാണ് ചേട്ടൻ അഭിപ്രായം? ഗ്യാരണ്ടി ഇല്ല, പക്ഷെ എന്നിരുന്നാലും സൊല്യൂഷൻ നമ്മൾ അതിന് സാധ്യത. ഇത്തവണ കേരളത്തിലെ ആര് ഭരിക്കാനും സാധ്യത? ഇപ്പൊ ഭയങ്കര കടുത്ത മത്സരമാണ് നടക്കണത്. ഇപ്പൊ 10 വർഷമായിട്ട് ഇപ്പൊ പിണറായി വിജയനാണ് ഭരിക്കുന്നത്. ആ ഒരു ഭരണത്തിന് ഒരു മാറ്റം വരണമെന്നാണ് ഇപ്പൊ ഒരുപാട് ആളുകളൊക്കെ ചിന്തിച്ചേക്കണത്. ചേട്ടന്റെ അഭിപ്രായത്തില് ആരാണ് ഇത്തവണ ഭരിക്കുക? നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ലേ. പത്രങ്ങളൊക്കെ വായിക്കുന്നാണല്ലോ, ടി വി കാണുന്നാണല്ലോ. അതൊന്നും വായിക്കണില്ല. ഇവിടെ പല വികസനങ്ങളൊക്കെ നടക്കുന്നുണ്ട് നാട്ടില്, അതിനെ കുറിച്ച് അറിയോ? ഈ റോഡ് ഒരു കണക്കിന് പണിതിട്ടുണ്ട്. അപ്പൊ LDF ഇനി വരാൻ സാധ്യതയില്ല എന്നാണോ പറയണേ? ഇല്ലാന്നാണ് കേൾക്കണത്. അതെ. അപ്പൊ UDF അധികാരത്തിൽ വരും. ഈ UDF ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മറ്റു ചേട്ടന്മാരൊക്കെ പറയുന്നത് തല്ലുകൂട്ടാണ് എല്ലാവരും നേതാക്കന്മാരാവാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവർക്കൊരു ശാപമാണോ പാർട്ടിക്ക്? അത് പറയാൻ പറ്റില്ല. ആവശ്യങ്ങളുടെ കാര്യം പറയാൻ പറ്റില്ലേ. നല്ല ഉറച്ച നേതാവ് ഇല്ലല്ലോ അതില്. ഒരു എടുത്തു പറയാൻ പറ്റിയ നേതാവില്ല എന്നാണ് അവരുടെ പ്രശ്നം. അപ്പൊ ജയിച്ചാലും മുഖ്യമന്ത്രിക്ക് വേണ്ടി വീണ്ടും ഒരു മത്സരം നടക്കും, നടത്തേണ്ടി വരും. ചേട്ടന് വ്യക്തമായ രാഷ്ട്രീയങ്ങളൊന്നും അങ്ങനെ അറിയില്ല. എന്നാലും ഇപ്പൊ ആര് ജയിക്കണം എന്നൊരു താല്പര്യം അങ്ങനെയൊന്നുമില്ല. ആര് ജയിച്ചാലും നമ്മളിങ്ങനെ പൊക്കോളും. ഓക്കെ. 10 വർഷമായിട്ട് LDF ആണ് ഇപ്പോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ആ ഭരണം മാറണമെന്ന് ചേട്ടന് വല്ല? മാറുന്നില്ല. എനിക്ക് നമ്മുടെ ഭരണം തുടർന്ന് പോകുന്നതാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് സാധാരണ 10 വർഷം ഒരു പാർട്ടി തുടർച്ചയായി ഭരിക്കുമ്പോ ഇനി 5 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടി നശിക്കുക, അല്ലെങ്കിൽ ഈ ഭരണം ഉണ്ടാവില്ല, അങ്ങനെ വല്ല തോന്നുന്നത്? നശിക്കുകയാണെങ്കിൽ ഭരണം അത് കയറില്ല. അത് ഭരണം തുടർന്ന് കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇത് തെരഞ്ഞെടുപ്പിന്? എനിക്ക് സാധ്യത കുറവായിട്ട് കാണുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ ഇതന്നെ പരിപാടികൾ അവര് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയില്ല. അതുകൊണ്ട് തന്നെ 10 വർഷമായിട്ട് അവസരം കൊടുത്തില്ലല്ലോ അവർക്ക്. എങ്ങനെ കിട്ടുന്ന അവസരം 5 വർഷം കൊടുത്തു കഴിഞ്ഞാൽ നല്ല അവർക്ക് അവരിൽ തന്നെ വിശ്വാസം അവർക്ക് തന്നെ വേണ്ട. അവർ കിട്ടുന്നില്ല. അവരുടെ അഭിപ്രായം അവർക്ക് ഇങ്ങനെയാണല്ലോ, കിട്ടില്ല എന്നുള്ള അവർ കൂട്ടുന്നു. സുധാകരൻ പറഞ്ഞില്ലേ, KPC പ്രസിഡന്റ് MP പറഞ്ഞില്ലേ, സാധ്യത പറഞ്ഞില്ലേ അവര്. അതെങ്ങനെ അവർക്ക് കിട്ടാൻ വന്ന് അയാൾ പറഞ്ഞില്ല കിട്ടാൻ സാധ്യത കുറവാന്ന്. സുധാകരൻ പറഞ്ഞില്ല. അപ്പൊ അവർക്ക് തന്നെ അവർ വിശ്വാസമില്ല. അവർക്ക് തന്നെ അവർക്ക് വിശ്വാസമില്ല. ഇപ്പൊ ഇനി മൂന്നാമതും LDF സർക്കാരിന് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ വരും? മാറ്റങ്ങള് വന്നുകൊണ്ടിരിക്കണ്ടല്ലോ. തിരഞ്ഞെടുപ്പ് പത്രികയിലെല്ലാം വരിക. അതൊക്കെ നടപ്പാക്കണം. നമുക്ക് പറയാൻ പറ്റില്ല. ഉറപ്പുണ്ടോ? എന്താ ഉറപ്പാക്കാണ്ട്? അവർ പറഞ്ഞൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. പെൻഷൻ കൊടുക്കാന്ന് അവർക്ക് കൊടുത്തില്ലേ? 3000-2000 കൊടുക്കണ്ടല്ലോ. 1600 2500 ഭരണപത്രികയിൽ പറഞ്ഞായിരുന്നു. അത് 2000 കൊടുക്കണ്ടല്ലോ. 500 കുറവ് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അത് തുടർന്ന് കിട്ടാൻ ആവശ്യമുള്ള മറ്റൊരു 600 കൊടുത്തരുന്ന. ആ 18 മാസം കുടിശ്ശിക ഉണ്ടായ സർക്കാർ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. മൂന്നാമത് LDF തന്നെ വരുന്നതാണ്. ഇത്തവണ നമ്മള് ഈ കോൺഗ്രസ് ആണോ വരുന്നത്, അത് മൂന്നാമതും പിണറായി വിജയൻ തന്നെയാണ് ഭരണത്തിൽ വരാൻ പോണത്? പിണറായി തന്നെയാണെന്നാണ്. കോൺഗ്രസിന് സാധ്യതയില്ലേ? ചേട്ടാ LDF ഇതുകൊണ്ട് പറയുന്നതാണോ? അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിലാരാ? അല്ല, ചേട്ടൻ ആളെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ചേട്ടന്റെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. ആര് വരണമെന്നാണ് താല്പര്യം? നല്ല ഭരണം വരണത്തിലുള്ള. അപ്പൊ ഇപ്പോഴത്തെ ഭരണം മോശമാണോ? മാറണമെന്നുണ്ടോ? അങ്ങനെയാണല്ലോ പറയുന്നത് എല്ലാവരും മൊത്തത്തില്. അപ്പൊ കോൺഗ്രസ് വരണമെന്നാണ് ഞാൻ പറയില്ല. രണ്ടും വരില്ലല്ലോ എന്തായാലും. അതിലൊരു വരട്ടെ. ആര് വന്നാലും ചേട്ടന് കുഴപ്പമില്ല. ചേട്ടന്റെ അഭിപ്രായത്തില് ആരും വന്നാലും കുഴപ്പമില്ല. ആര് വന്നാലും നമ്മള് ഓട്ടോ ഓടിച്ചൊക്കെ തന്നെ പണിയെടുക്കാൻ വേണം. പണിയെടുത്ത് നമ്മൾ ജീവിക്കണം. പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല. അതിലൊരു മാറ്റങ്ങളും വരില്ലേ? അതെ. ചേട്ടൻ BJP വേണമെന്നൊക്കെ പറയുന്നതായിരുന്നല്ലോ. സാധ്യത BJPക്ക് സാധ്യത ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു സാധ്യത നല്ലതല്ലേ? നല്ലതാണ്. അങ്ങനെ സാധ്യത ഉണ്ടോ ചോദിക്കണേ?
മാറി മാറി വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിലെ അവസ്ഥയിൽ ഒരു 0-100 ഒരു 71 മണ്ഡലങ്ങൾക്കൊക്കെ BJPക്ക് അവസ്ഥയിൽ പറ്റുമോ? നമ്മളൊരു ലോട്ടറി എടുക്കുന്നത് അടിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാതാണോ? അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷ അത് അങ്ങനെ വെച്ച് പറഞ്ഞ തൃശ്ശൂര് പത്മജിക്ക് സാധ്യതയുണ്ടെന്നാണോ? തൃശ്ശൂർ പത്മജിക്ക് സാധ്യത കൂടുതൽ സുരേഷ് ഗോപിയൊക്കെ ഒരുപാട് വോട്ടൊക്കെ അവിടെ നേടി ജയിച്ചതാണല്ലോ. അപ്പൊ സുരേഷ് ഗോപിയോടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ ഒരു സീറ്റെങ്കിലും എന്നല്ല ഞാൻ പറയുന്നത് ഒരു വരണം എന്നാണ് പറയുന്നത്. ചേട്ടാ ആഗ്രഹം നടക്കട്ടെ. ചേട്ടാ അഭിപ്രായത്തില് ഇത്തവണ ആരാണ്? എനിക്ക് വലിയ അഭിപ്രായം ഇല്ല. ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല. ആര് വന്നാലും നമ്മള് പണി ആര് വന്നാലും കോരന് കഞ്ഞി മുമ്പിൽ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ്. ആര് വന്നാലും നമ്മൾ ഓട്ടോറിക്ഷ ഓടിച്ച് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ല, അത് നിങ്ങൾ ഓട്ടോറിക്ഷക്കാർക്ക് പുതിയ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ വേണ്ടി 60% എന്തൊരു സബ്സിഡി പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ആരും ഇവിടെ ചെയ്തിട്ടുണ്ടോ? അപേക്ഷിച്ചിട്ടുണ്ടോ? ചെയ്തില്ല. അതൊക്കെ നല്ല കാര്യങ്ങളല്ല സർക്കാർ ചെയ്യണത്. അപ്പൊ അതിനോടൊന്നും അഭിപ്രായമില്ല. അത് ചെയ്താലും കാര്യമില്ല. ആരും ജയിക്കണ്ടെന്നാണോ? അത് ആരെങ്കിലും ജയിക്കുന്നുണ്ടോ? ആര് ജയിച്ചാലും നമുക്ക് വലിയ ഗുണമില്ലാന്ന് പറഞ്ഞതാ. അപ്പൊ ആര് ജയിച്ചാലും നമ്മൾ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ജയിക്കണം. അപ്പൊ ആരെങ്കിലും ജയിക്കട്ടെ. നമ്മൾ അതിൽ സംസാരിക്കില്ല. ഓക്കെ. ഇപ്പോ 10 വർഷമായിട്ട് ഇപ്പൊ LDF സർക്കാരാണ് കേരളം ഭരിക്കണേ. ആ ഭരണം മാറി പുതിയൊരു ഭരണം വരണം എന്ന് ചേട്ടന് വല്ല ആഗ്രഹം ഉണ്ടോ? ആര് ഭരിച്ചാലും കുഴപ്പമില്ല. ആര് ഭരിച്ചാലും പെൻഷനൊക്കെ മേടിക്കണ്ട? പെൻഷനൊക്കെ ഉണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ ആര് ഭരിച്ചാലും കുഴപ്പമില്ല. ഈ പെൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് അത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല. ആര് വേണം ഭരിക്കട്ടെ? ചേട്ടൻ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം ആര് ഭരിക്കണം? ഭരണം ഒന്നും മാറണ്ടേ? കുറെ നാളായില്ല ഇപ്പൊ അവരെന്നെ ഭരിക്കുന്നത്. 10 കൊല്ലം അവരാണ് ഭരിച്ചത്. ഇനിയിപ്പോ ഒന്നും മാറി ചിന്തിക്കണ്ടേ? ചിന്തിച്ചോണ്ട് കാര്യമില്ല. ജയിക്കണം. ജയിക്കാൻ സാധ്യത ഇല്ലാന്നോ? ഞാൻ പറയില്ല. ഇലക്ഷൻ കഴിയുമ്പോ അറിയാം ആര് ജയിക്കും. ഈ 10 വർഷത്തെ ഭരണത്തില് നമുക്ക് മോശം കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തു പറയാൻ എടുത്തു പറയാനൊന്നുമില്ല. ഇല്ല. നല്ലതുപോലെ പറയാനുണ്ടോ? നല്ലതെന്ന് വെച്ചാൽ ഇപ്പൊ റോഡുകളൊക്കെ കുറെയൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അതല്ല, ഈ പോക്കറ്റ് വഴികളൊക്കെ വേറെ കുറെ പഞ്ചായത്തുകളിലൊക്കെ നന്നാക്കിയിട്ടുണ്ട് കുറെയൊക്കെ. അത് പിന്നെ വേറെ ഒന്നും പറയാനില്ല. അവരെന്നെ ഒരു തവണ ഭരിച്ചോട്ടെന്നാണോ? ഇല്ല, ഞാനിപ്പോ അങ്ങനെ പറയില്ല. പറയാൻ ആളല്ല. വോട്ട് ചെയ്താൽ ഭരിച്ചോട്ടെന്നല്ലേ? ഓക്കെ. ചേട്ടന്റെ അഭിപ്രായത്തില് എന്താണ്? ഇപ്പൊ കോൺഗ്രസിന് നമുക്കൊരു 5 കൊല്ലം ഭരിക്കണ്ടേ? 10 കൊല്ലമായിട്ട് നമ്മൾ ഭരിക്കുന്നതാണ് അതിന്റെ ശരി. നല്ല എല്ലാ ഗുണങ്ങള് ഉണ്ടാവാൻ സാധ്യതയുള്ള. അപ്പൊ ഈ ഭരണം മാറി കോൺഗ്രസിന് വന്ന അല്ല, അങ്ങനെ കോൺഗ്രസിന്റെ ഒന്നല്ല, തുടർ ഭരണം അത്ര നല്ലതല്ല എന്തായാലും. അല്ല, ഇപ്പൊ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുമ്പോ 5 വർഷം തുടർ ഭരണം ആയിരുന്നല്ലോ. അപ്പൊ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചേഞ്ച് ആണ് എന്തായാലും കുഴപ്പമില്ലാത്ത കാര്യമാണ്. ചേഞ്ച് ആവണം. പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യം ഉണ്ടായിട്ടില്ല. ചേഞ്ച് ആവണം. അപ്പൊ അതിനർത്ഥം കോൺഗ്രസ് ജയിക്കണമെന്നാണോ? ജയിക്കട്ടെ. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടാവട്ടെ. ഓക്കെ. ചേട്ടന്റെ അഭിപ്രായത്തില് ഇപ്രാവശ്യം ഒരു ഭരണമാറ്റം ഉണ്ടാവും? ഭരണമാറ്റം ഒന്നും ഉണ്ടാവില്ല ചേട്ടാ. ഇവര് തന്നെ ഭരിക്കും. അതെന്തെത്ര ഉറപ്പ് പറയാൻ? ഉറപ്പറഞ്ഞ ഓരോ വികസനങ്ങൾ നമ്മൾ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ. റോഡ്, സ്കൂള്, അതുമാതിരി തന്നെ ഹോസ്പിറ്റലുകള്, 2000 രൂപ പെൻഷൻ, മുടങ്ങാത്ത റേഷനരി, ഇതൊക്കെ മേടിച്ച ആൾക്കാർ നല്ലപോലെ കഴിക്കണ്ടേ? അതിനൊന്നും ഒരു പഞ്ഞം വരുന്നില്ല. റേഷനരി ഒക്കെ 10-20 വർഷമായിട്ട് തന്നെ ഇവിടെ എല്ലാവരും പ്രാവശ്യം ഇപ്പൊ നല്ല 1-ാം തരം കുത്തരിയ വരുന്നത്. പിന്നെ ഈ റോഡിനെ ഇപ്പൊ പറയുമ്പോ ഇതിന്റെ മോശ ഇച്ചിരി, അതുള്ള കാര്യം പറയാം. ബാക്കി എടുത്തു നോക്കിയാ NH-47 54 നോക്കി നിങ്ങൾ ലോകത്ത് സ്വപ്നം കാണുന്നതാണ്. അതൊക്കെ പൈപ്പ് ലൈൻ പദ്ധതി, അതുമാതിരി 6-വരിപ്പാത, അതുമാതിരി എന്തെല്ലാം സംവിധാനങ്ങളോട് ഇവിടെ നാടിന്റെ വികസനമാണ് ഇവർ ചെയ്തത്. ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ എല്ലാ വികസനമായി. ഇനിയിപ്പോ 5 കൊല്ലം കോൺഗ്രസ് ഭരിച്ചാൽ ഭരിച്ചാൽ കുഴപ്പമില്ല. ഭരിക്കണ്ടവര് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവരും മന്ത്രിയാവണം. എത്ര മുഖ്യമന്ത്രിയാവാൻ പറ്റും? കേരളത്തിൽ ഒരാൾക്ക് എല്ലാവരും പറ്റും. അല്ല, ഇപ്പൊ ഓരോ കൊല്ലം 5 പേർക്ക് ആവാണെങ്കിൽ 5 കൊല്ലം ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അവര് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഇല്ലാന്ന് പറയരുത്. അപ്പൊ മൂന്നാമതും പിണറായി വിജയൻ കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, വരട്ടെ. ചേട്ടന്റെ അഭിപ്രായത്തില് ഇനിയൊരു ഭരണം മാറണോ അതോ ഇതന്നെ പോണോ? എങ്ങനെയാ? മാറാണ്ട് ഒരു രസമില്ല. അല്ലെങ്കിൽ ഇവിടെ പട്ടിണി ഇടുന്ന ആൾക്കാർ മരിക്കും. ഇത് മാറേണ്ട ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് തന്നെ നോക്കിയാൽ മതി. പുതുക്കാട് റോഡ് നോക്കിയാൽ മതി. എത്ര ഒരു 20 കൊല്ലമായിട്ട് അളക്കല് മാത്രമല്ല. ഇന്ന് അളക്ക ഈ അലസം വരുമ്പോ അളക്കല്. പിന്നെ ഗ്രാമീണ റോഡ് തന്നെ നോക്കിയോ, അത് അതെങ്കിലും ഈ പഞ്ചായത്ത് റോഡുകളിൽ ഒരൊറ്റ സ്ഥലത്ത് നല്ല റോഡുകളില്ല. അപ്പൊ ഇത് ഫുള്ള് മാറണം എന്തായാലും. റോഡുകൾ മോശമാണെന്നുള്ളതാണോ മെയിൻ പരാതി? റോഡ് മോശമല്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു 1.5 ലക്ഷം കോടി കടണ്ടായ സർക്കാരിന് ഇപ്പൊ 6 ലക്ഷം കോടി കടണ്ട്.
ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവര് മാറിയില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല. ഇപ്പൊ ഇവര് മാറി വരുന്ന സർക്കാരിനും ഇപ്പൊ ഖജനാവില് കാശില്ലെങ്കിലും ചെയ്യാൻ അല്ല ബുദ്ധിയുള്ള കടന്നു മേടിക്കേണ്ടി വരില്ലേ? അല്ല വരുന്നവര് ബുദ്ധിയുള്ളവരെന്ന് വെച്ചാൽ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കാം. അപ്പൊ ഈ ഭരണം മാറി UDF-ന്റെ ഭരണം ആണോ പ്രതീക്ഷിക്കുന്നത്? ഞാന് അങ്ങനെ ഇത് പറയില്ല. അല്ല UDF ആണല്ലോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു BJP അനുഭാവിയാണ്. തൽക്കാലം നമുക്ക് അപ്പൊ ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരണം. അത് വന്നു കഴിഞ്ഞാലേ കാര്യമുള്ളൂ. കേന്ദ്രത്തിൽ നിന്ന് ഈ നിലയ്ക്ക് പോയാൽ എത്ര വർഷം കഴിയുമ്പോൾ ഇവിടെ BJP അധികാരത്തിൽ വരും? എത്ര വർഷം അധികം വർഷം ഒന്നും വേണ്ട. 2031 നമുക്ക് സാധ്യതയുണ്ടോ? അത് സാധ്യത. ഇപ്പൊ തന്നെ കണ്ടില്ലേ തിരുവനന്തപുരം പിടിച്ചില്ലേ, കോർപ്പറേഷൻ പിടിച്ചു. നിസ്സാര ടൈം പാലക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവര് വരാണ്ട് ഇവിടെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര സീറ്റ് കിട്ടും BJPക്ക്? എന്തായാലും ഒരു 5-8 സീറ്റ് എങ്കിലും പിടിക്കും. 8 സീറ്റ്. തൃശ്ശൂർ ഉറപ്പാണ്. തൃശ്ശൂർ, നേമം, ഇതൊക്കെ പാലക്കാട്, അങ്ങനെ ഒരു 8 സീറ്റ് എന്തായാലും ഉറപ്പ് പറയില്ല. 8 സീറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭരണത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം LDF UDF ഏകദേശം ഈക്വലായി കഴിഞ്ഞാൽ നിങ്ങൾ BJP ചിലപ്പോൾ ഭരണത്തിൽ വായിക്കേണ്ട അവസ്ഥ വരുമല്ലോ. അത് പറയാൻ പറ്റില്ല. അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് സുരേന്ദ്രൻ പറഞ്ഞത് 35 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് ഭരിക്കട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ മാറട്ടെ. ഇത് എന്താ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാർ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. BJP അധികാരത്തിൽ വന്നാലാണ് കേരളം രക്ഷപ്പെടുള്ളൂ. മാറ്റം വേണം. N4 News ഒരുക്കുന്ന പ്രത്യേക ഇലക്ഷൻ പ്രോഗ്രാം ആരുടെ വിധി? നാടിന്റെ തീരുമാനങ്ങൾ ഇനി N4 Newsലൂടെ.